ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഔട്ടിംഗ് ആട്ടോ. ഔട്ടിംഗ് പോകുന്ന അമ്മയുടെ കൊളീഗ്സിൻ്റെ ഒപ്പമാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അംഗൻവാടി വർക്കറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു പഞ്ചായത്തിലെ വർക്കർമാരും ഹെൽപ്പർമാരും പിന്നെ അവരുടെ കുറച്ച് കുട്ടികളും കൂടി നമ്മൾ ചെറിയൊരു ഔട്ടിംഗ് പോവുകയാണ്. എറണാകുളത്തേക്കാണ് പോകുന്നത്. അപ്പോൾ പാട്ടും ഡാൻസും മേളം ഒക്കെ ഉണ്ട് കേട്ടോ. ഗൈസ്, പാട്ടും ഡാൻസും മാത്രമല്ലായിരുന്നു, ഈ സെൽഫി എടുക്കലിനും ഫോട്ടോ എടുക്കലിനും യാതൊരുവിധ കുറവുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എല്ലാവരും എപ്പോഴും ഏത് മൊമെൻറ്റും അവരെ എപ്പോഴും ഫോട്ടോ എടുക്കുന്നതുകൊണ്ടൊക്കെ ഇരുന്നു. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക അതൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് നമ്മുടെ അമ്മമാരെ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കറിയാലോ. അപ്പോൾ ആരും പുറകോട്ട് മാറിയൊന്നും നിന്നില്ല. എല്ലാവരും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ ഉണ്ട്. അടുത്ത ആൾ സെൽഫി എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഓർത്തു വഴക്കായതാണോ എന്ന് ഓർത്തു. അതൊന്നും അല്ല ഗൈസ്, പാട്ട് വെച്ചപ്പോൾ ഡാൻസ് കളിക്കാൻ ഈ ടീച്ചർ ഇറങ്ങാത്തതിന് വഴക്ക് പറഞ്ഞാണ്. അങ്ങനെ എല്ലാവരും ഓണായി, എല്ലാവരും ഡാൻസ് തുടങ്ങി. ഞാൻ വിചാരിക്കുകയായിരുന്നു ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 7 മണിയൊക്കെ സമയമായിട്ടുള്ളൂ. 6 മണിക്കാണ് നമ്മൾ ഇറങ്ങിയത്. ഇപ്പം തന്നെ ഇവരുടെ എനർജി ഇത്രയും കളഞ്ഞാൽ ഇവർ ഈ വൈകുന്നേരം വരെ എറണാകുളത്ത് എങ്ങനെ സ്പെൻഡ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്താ പറയണേ, ഈ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുന്ന അവരുടെ ഒരു മൂഡാണല്ലോ അത്. അങ്ങനെ അവർ ഡാൻസ് കളിച്ചു. അമ്മ ഡാൻസ് കളിക്കാനൊക്കെ ഇറങ്ങണോ വേണ്ടയോ എന്നൊക്കെ അമ്മയ്ക്ക് ഇങ്ങനെ നാണമൊന്നുമില്ല കേട്ടോ. കാരണം ഞാനുണ്ടെന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ ഡാൻസ് കളിക്കാതൊന്നും ഇരിക്കില്ല. ഇവർ ഡാൻസൊക്കെ കളിക്കാൻ കൂടും. പക്ഷെ ഞാൻ തള്ളവൈവ് പിടിച്ച് ആ സൈഡിൽ ഒതുങ്ങി കൂടിയതാണ് ഗൈസ്. കാരണം എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. എനിക്ക് ഡാൻസ് കളിക്കാനൊന്നും ഇറങ്ങാൻ തോന്നിയില്ല. അങ്ങനെ കൊച്ചി എത്തിയിട്ടുണ്ട്. കൊച്ചി കാണാൻ വേണ്ടി ഇടയ്ക്കൊക്കെ ഒളിഞ്ഞു നോക്കുന്ന ഒരു കുട്ടിയെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു എന്താ പറയുക, നമ്മളെന്നും കാണുന്ന ഒരു കാഴ്ച. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലാട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ നമ്മൾ ഫുഡ് കൊണ്ടുവന്നു. അതായത് രാവിലത്തേക്കുള്ള ഫുഡ് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഓണാക്കി വെച്ച് അവൾമാരെയൊക്കെ വിളിക്കുകയാണ്. നമുക്ക് വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വരുത്തുകയാണ്. കാരണം ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യണ സത്യം പറഞ്ഞാൽ മടുപ്പാണ് ഗൈസ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, അവരെയും കൂടെ കൂട്ടി വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രത്യേക ഒരു രസമാണ്. ഒറ്റയ്ക്ക് ചെയ്യുന്നത് നല്ല മടുപ്പാണ്. എനിക്ക് എപ്പോഴും ആരെങ്കിലുമൊക്കെ കൂടെ ഉള്ളത് ആണ് എനിക്കിഷ്ടം. കാരണം സംസാരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം സ്റ്റൂ ആണ് നമ്മൾ കഴിച്ചത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് മറൈൻ ഡ്രൈവിൽ നിന്ന് നമ്മൾ കൊച്ചി വാട്ടർ മെട്രോ വഴി ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോകുന്നത്. ഞാൻ ഇതുവരെ വാട്ടർ മെട്രോയിൽ കയറിയിട്ടില്ല കേട്ടോ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് ഇവരുടെ സൂപ്പർവൈസറാണ് മേഡം. എറണാകുളത്താണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എറണാകുളത്തേക്ക് വന്നു. അപ്പോൾ മെട്രോയിൽ കയറാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ അമ്മയൊക്കെ പുറകിലായിട്ടിരുന്നത്. ഞാനിവിടെ എനിക്ക് ഇതിനകത്ത് കയറിയപ്പോൾ ഏറ്റവും വലിയൊരു വിഷമം വന്നത് സൈഡ് സീറ്റ് കിട്ടിയില്ല. അവിടെ ഇരിക്കണമെന്നായിരുന്നു ആഗ്രഹം. ക്യാമറ ഓണാക്കി കൊടുത്തിട്ട് എൻ്റെ മികച്ച അഭിനയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവളോട് ഓരോന്നൊക്കെ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്, എന്താണ് നിനക്ക് എന്താണ് തോന്നുന്നത്, എന്താണ് ഫീൽ ആവുന്നതൊക്കെ ചോദിക്കുകയാണ്. ആദ്യമായിട്ട് കാരണം ഞാനും. എന്നിട്ട് ഞാൻ അവളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ എല്ലാവരും മാറിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരു സീറ്റൊന്നും കിട്ടിയില്ല. അപ്പം എന്നാ പറയുക, നല്ലൊരു ഇതായിരുന്നു. നമ്മൾ ഒന്നും അറിഞ്ഞതേ ഇല്ല. അപ്പോൾ നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സൈഡ് സീറ്റ് കിട്ടി. അപ്പോൾ ഞാനത് അതിൻ്റെ ഷോയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങി ഞങ്ങൾ ഈ നടക്കണാണ്ട് ഞങ്ങൾക്ക് ഈ വഴിയൊക്കെ അറിയാമെന്നാണ്. പക്ഷേ ഞങ്ങൾ പോയ വഴി തെറ്റിപ്പോയി. അപ്പോൾ ഞങ്ങളവിടെ തിരിച്ച് ഇവരുടെ അടുത്തേക്ക് വന്നു. ഈ ഓട്ടോക്കാരനെ എല്ലാവരും കൂടെ ആ ഓട്ടോക്കാരൻ പേടിക്കുമെന്നാണ് എനിക്ക് തന്നെ. അപ്പോൾ നമുക്ക് ഫോർട്ട് കൊച്ചിയിലെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഓട്ടോയിൽ കയറി നമ്മൾ ഇങ്ങോട്ട് വന്നു. അപ്പം അതിന് വേണ്ടിയുള്ള ഒരു ബാർഗെയിനാണ് അവിടെ കണ്ടത്. ഓട്ടോ കാശ് എത്രയാണെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിൽ വന്നു. എനിക്ക് സത്യം പറഞ്ഞ ഒരു വിഷമം മാത്രം ഉണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്ത് തരാൻ ഒരാളുണ്ടായിരുന്നില്ല. അമ്മമാർക്ക് അവർക്കൊക്കെ ഫോട്ടോ എടുത്ത് തരാൻ അത്രയും അങ്ങ് അറിയില്ലല്ലോ. ഇതേ കണ്ടോ ഗൈസ്, ഇതൊരു പോലീസ് സ്റ്റേഷൻ്റെ എന്തോ ഒരു മ്യൂസിയം കേട്ടോ. അപ്പോൾ അവിടെ ഒരു പീരങ്കിയുണ്ട്. അപ്പോൾ അതിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ് ഗൈസ്. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും ഈ പോയി നോക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പോയപ്പോഴാണ് വലിയൊരു വാർപ്പാണ്, ലോകത്തിലെ ഏറ്റവും വലിയ വാർപ്പ് അങ്ങനെ എന്തോ ആണ് അവിടെ കണ്ടത്. എനിക്കതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. നല്ല വെയിലായിരുന്നു ഗൈസ്. ഞാൻ തേച്ച സൺസ്ക്രീൻ വരെ എന്നെ പ്രാകുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് വെയിലായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ സമയത്തൊന്നും ആരും കൊച്ചിക്ക് പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല വെയിൽ കൊണ്ട് ഞാൻ ആകെ ഡള്ളായിട്ടുണ്ട്. എൻ്റെ ഫേസ് ഇപ്പോഴും സൺടാൻ അടിച്ച് മാറിയിട്ടില്ല. അടുത്ത കയറിയത് ഇവിടെയാണ്. ഞാൻ കടയുടെ പേര് വായിക്കാതെ കയറിയതാണ്. ഇതാണെന്നറിയാമായിരുന്നു ഞാൻ കയറില്ലായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ചന്ദനത്തിരിയാണ് ഇരിക്കുന്നത്. പിന്നെ എന്താ പറയുക, ചന്ദനത്തിരിയും കൊണ്ട് അവിടെ റൂഫിലൊക്കെ നല്ല സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ വലിയ പെർഫ്യൂം. കാരണം ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇവിടെ ഞാൻ ഇത് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ കയറില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് ഇത്രയും സ്പ്രേയുടെ കാര്യവും മണങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല തലവേദന എടുക്കും. എന്ന് വെച്ചാൽ എനിക്ക് ഒരുമാതിരിപ്പെട്ട സ്പ്രേയുടെ ഒരുപാട് മണം നമുക്ക് അടിച്ച് കഴിയുമ്പോഴത്തേനും എനിക്ക് പറ്റത്തില്ല. ഈ മൈഗ്രെയിനൊക്കെ പോലെ ഭയങ്കര തലവേദനയൊക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ, അവരൊക്കെ അവിടെ ഇത് കണ്ടുകൊണ്ടിരുന്നു, ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. കാരണം എനിക്ക് തലവേദന സഹിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇറങ്ങി. ഒന്നാമത്തെ കാര്യം ഈ വെയിലും കൊണ്ട്. പിന്നെ കുറച്ച് ഷോ കാണിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്നൊരു സൺഗ്ലാസ് ഒക്കെ വാങ്ങിച്ചു. അതൊക്കെ വെച്ച് കുറച്ച് ഷോയൊക്കെ കാണിക്കാം കേട്ടോ.
അപ്പോൾ ഇത് അമ്മേനെയും വെച്ചാണ്. അമ്മ പറഞ്ഞ് നിനക്ക് വേറെ ഭ്രാന്താണോടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അമ്മയ്ക്ക് അങ്ങനെയൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത് നമ്മൾ പോയത് വല്ലാർപാടം പള്ളിയിലാണ്. എൻ്റെ കുഞ്ഞിലെ ഞാൻ പോയത് ഒരു ചെറിയൊരു ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ ഞാനിത് രണ്ടാമത്തെ വട്ടമാട്ടോ ഈ പള്ളി വരുന്നത്. അപ്പോൾ ഈ പള്ളിയുടെ ഒരു പ്രത്യേക ആചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറ്റമടിക്കുക, ചൂലും കൊണ്ട് മുറ്റമടിക്കുക. നമ്മുടെ എന്തെങ്കിലും അസാധ്യ കാര്യങ്ങൾ, അതായത് നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സാധിക്കും. എനിക്കൊരാഗ്രഹം സാധിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഷൂ ഒക്കെ ഊരി ഞാനും മുറ്റടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ മുറ്റടിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് എടുത്തു തരാൻ വേറെ ആരും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഫോണൊക്കെ മാറ്റി വെച്ച് ഞാൻ അത് ചെയ്തു. അടുത്തുനിന്ന് ഞാൻ പള്ളിക്കുള്ളിൽ കയറി. ഈ ഒരു ഈശോയുടെ രൂപത്തിലേക്ക് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വിഷമമായിട്ടോ. കാരണം അത്രയും ഫീലായിപ്പോയി. പിന്നെ വല്ലാർപാടത്തമ്മ നല്ല വെയിലായിരുന്നു. അങ്ങോട്ടൊന്നും പോകാനേ പറ്റില്ല. എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. 2 പ്രണയിതാക്കൾ വരുന്നുണ്ട് ഗൈസ്. പിന്നെ പ്രേമിക്കുന്നവർക്ക് പിന്നെ വെയിലുമില്ല മഴയില്ല ഒന്നുമില്ലല്ലോ. അവരങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. വെള്ളക്കാന്താരി. ഞാൻ ഈ കടയിലേക്ക് ഇറങ്ങിയപ്പോൾ എന്തായിരിക്കും ഇത്ര വലിയ തിരക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ചു. പക്ഷേ ഞാൻ ഇവിടുത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അത്ര കിഡു ഫുഡായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ കൂന്തലും പിന്നെ എന്താ പറയുക കക്ക ഇറച്ചിയും നമ്മൾ വാങ്ങിച്ചായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടുത്ത് നമ്മൾ പോയത് പുതുവൈപ്പ് ബീച്ചിലേക്കാട്ടോ. ഞാൻ ഈ പറയുന്നത് എനിക്ക് ബീച്ച് കണ്ടില്ലേലും വേണ്ടില്ല, ഞാൻ വെയിൽ കൊള്ളത്തില്ല എന്നാണ്. അത്രയും ഭയങ്കര ഒരു വെയിലായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഈ തണലത്തോടെ നടക്കുമ്പോൾ തന്നെ ആ ചൂട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ആ ഒരു റിസ്ക് എടുക്കാൻ ഞാൻ നിന്നില്ല. എനിക്ക് പിന്നെ ബീച്ച് കാണാൻ എന്നുള്ളൊരു ഇത് നമ്മൾ വെയിൽ കൊണ്ടിട്ട് അങ്ങനെ കാണുമ്പോൾ ഒരു രസമില്ലല്ലോ. കുറച്ചും കൂടെ വൈകിട്ടായിരുന്നെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. പക്ഷേ നമ്മൾ വൈകിട്ട് ഒരു സിനിമ കാണാനുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വന്നത്. അപ്പോഴത്തേനും അവരെല്ലാം പോയി കാണുന്നുണ്ട് കേട്ടോ. ഞാൻ പക്ഷേ അങ്ങോട്ട് പോകാനേ ട്രൈ ചെയ്തില്ല. എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. പിന്നെ നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു ഒന്ന് കൂളാവാൻ വേണ്ടി. എനിക്കിത് ഇവർ വാങ്ങിച്ചു തന്ന ഐസ്ക്രീം ആട്ടോ. അപ്പോൾ ഗൈസ്, എനിക്ക് ഇങ്ങോട്ട് പോകുന്നേക്കാളും എനിക്കിഷ്ടം ലുലു മാളിൽ പോയിരിക്കാനാണ്. എൻ്റെ തീരുമാനം തെറ്റായിരുന്നു എന്ന് എനിക്കിത് കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ലുലു മാളിൽ പോയാൽ ഇവർക്ക് ഇങ്ങനെയൊന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ 24 hours ജോലി ആട്ടോ. അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഇവർക്ക് ഇത്രയും സമയം ഇങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. എനിക്കിപ്പോൾ ശരിക്കും ഒരു അഹാന കൃഷ്ണയുടെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അവളുടെ അമ്മേനെയും ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ അവൾ എന്തോ ഒരു ഹാപ്പി ആയിരുന്നു എന്ന് എനിക്കിപ്പം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ശരിക്കും ഇവരുടെ ഒരു എൻജോയ്മെൻറ്റ് കാണുമ്പോൾ നമുക്കും സത്യം പറഞ്ഞാൽ മനസ്സ് നിറയും. കളികളും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത് നമ്മൾ പോയത് ഒരു സിനിമ കാണാനായിട്ടോ. അപ്പോൾ അത് ബ്രോഡ്വേയുടെ അടുത്ത് എനിക്ക് ആ തിയേറ്ററിൻ്റെ പേര് അത്ര ഓർമ്മയില്ല. അപ്പോൾ എനിക്ക് അവിടെ വെച്ച് കിട്ടിയ 2 കുരിപ്പുകളായിട്ട് ഇത് ഗൈസ്. ഇത് രാവിലെ മുതൽ നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്നെങ്കിലും അത്രയും നമ്മൾ മിങ്കിൾ ചെയ്തൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവർ 2K കിഡ്സ് ആട്ടോ ഗൈസ്. അതാണ് ഈ ഇടയ്ക്ക് പൂക്കി സ്റ്റൈലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് സമയത്തേക്ക് നമുക്ക് ആ ഒരു പോസ് കാണാൻ പറ്റും. അത് ഞാൻ നോട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ബ്രോഡ്വേയിൽ ഒന്നും മേടിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ എനിക്കിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കമ്മലും ഇതൊക്കെ കണ്ടു. 2ാമത്തെ വട്ടം കാണിച്ചിട്ടുണ്ട് പോസ്. അത് കഴിഞ്ഞിട്ട് ഇവൾമാർക്ക് ഒരു സാധനം വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ അലഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനമുണ്ട്, ഇങ്ങനെ ഞെക്കുമ്പോൾ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ചെവി ഇങ്ങനെ പൊങ്ങില്ലേ, ആ സംഭവം. കൊച്ചു പറയണത് ഇത് മേടിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ട്രിപ്പ് വന്നതെന്നൊക്കെയാണ്. പക്ഷേ അതിന് വില ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നെട്ടി. ഒരു 280 രൂപയാണ് പറഞ്ഞത്. ഞാൻ ബാർഗെയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾ പറയുകയാണ് 3 ചേട്ടാ ഞങ്ങൾക്ക് 150 രൂപയ്ക്ക് തരുമെന്നൊക്കെ. അവരെന്ത് ചെയ്താൽ സമ്മതിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവൾ അതിന് പിടിവിട്ടേ ഇല്ല കേട്ടോ. എനിക്കത് വെച്ചൊരു ഫോട്ടോ എടുക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് മേടിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ലായിരുന്നു. ഇത് ഞാൻ സൺടാൻ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയണം കേട്ടോ. അവൾ പാവം അതേ പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിപ്പോൾ ചേട്ടൻ ചുമ്മാ തരുമെന്നാണ് അവളുടെ വിചാരം. എവിടെ തരാൻ അവ തരുമൊന്നുമില്ലായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ കുഞ്ഞു പിള്ളേർ അവരുടെ അമ്മമാരോട് 2 പേരോടും ചോദിക്കുകയാണ് അത് മേടിച്ചു തരാമോ എന്നൊക്കെ ചോദിക്കുകയാണ്. മേടിച്ച് തന്നില്ല ഗൈസ്. ഞാൻ നല്ലതായിട്ട് കളിയാക്കി. അവർ സമ്മതിച്ചില്ല കേട്ടോ മേടിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ കാണാൻ വന്നേക്കുന്ന സിനിമ ബസൂക്കയാണ്. എനിക്ക് ഇതിനകത്തൊരു സങ്കടകരമായ ഒരു കാര്യമുണ്ട്, ഞാൻ പിന്നീട് പറയാം. അപ്പോൾ 2 മമ്മൂട്ടി ഫാൻസിൻ്റെ ഇടയ്ക്ക് സിനിമ കാണാനിരുന്ന ഒരു എക്സ്പീരിയൻസ് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ അടുത്ത പോസ്റ്റ് അവൾ ഒന്നുകൂടെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 3ാമത്തെ പോസ്റ്റാണ്. ഇനിയുണ്ട് ഗൈസ്, കാണാൻ നിങ്ങൾക്ക് വഴിയെ കാണാൻ പറ്റും. 4. അപ്പോൾ അങ്ങനെ ഇവൾ പുക്കി പോസ്റ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സിനിമ തുടങ്ങി. ഇത് ഞങ്ങൾക്ക് സീറ്റ് കാണിച്ചു തന്ന ചേട്ടനാട്ടോ.
അപ്പോൾ കാണാൻ പോകുന്ന സിനിമ മരണമാസമെന്നാണ് അമ്മ ആദ്യം പറഞ്ഞത്. ബസൂക്കയാന്ന് എനിക്കറിയില്ലായിരുന്നു ഗൈസ്. വേറെ ഒന്നുമല്ല, എൻ്റെ അടുത്ത് വരുത്തന്നെ ഇതിൻ്റെ കഥ പറഞ്ഞു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൃശ്യത്തിൻ്റെ അകത്ത് മോഹൻലാൽ പോലീസ് സ്റ്റേഷൻ്റെ അടിയിലാണ് ബോഡി കുഴിച്ചിട്ടുണ്ടെന്ന് പറയില്ലേ, അതുപോലെ ഈ സിനിമയുടെ ഒരു മെയിൻ സംഭവം എൻ്റെ അടുത്ത് പറഞ്ഞു തന്നുകൊണ്ട് എനിക്ക് ഒട്ടും ത്രില്ലൊന്നും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവൾമാരോടത്ത് ഞാൻ പറഞ്ഞില്ല, അതല്ലേ എൻ്റെ ഒരു കഴിവ്. ഞാൻ ഒട്ടും പറഞ്ഞില്ല കേട്ടോ, ഞാൻ ഇങ്ങനെയാണ് സിനിമ എന്നൊന്നും ഇവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഗൈസ് ഒരു മമ്മൂട്ടി ഫാൻകളിൽ നിന്ന് ഭയങ്കര ചോരത്തിളപ്പായിട്ടിരിക്കുകയാണ്. അവർക്ക് റിവ്യൂ പറയണമെന്ന് പറയൂ. പടം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ടിസ്റ്റ് അറിഞ്ഞിട്ടായിരിക്കണം. റിവ്യൂ സെറ്റപ്പ് സാധനമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതാണ്. അത്രയുള്ള ലാസ്റ്റ് ആകുമ്പോൾ മുക്കാറ് അതുപോലെ മറ്റേ ലാസ്റ്റ് 10 മിനിറ്റ് നമുക്ക് സത്യം പറയും തകർത്തടിച്ച് കൈ തരിക. അത്ര കുറച്ച് കൈ നിടുക. എനിക്ക് മമ്മൂട്ടിയുടെ വേഷം കണ്ടിട്ട് എനിക്ക് ചിരി എന്തിന് അതാണ് നിനക്ക് ഇഷ്ടമില്ലാതണോ? പുള്ളിക്കാരൻ ഏത് വേഷം ചെയ്യാൻ വേണ്ടി തയ്യാറാവല്ലേ, അതിനും കൊടുക്കണം. അത്രയും വയ്യാണ്ടിരുന്നിട്ടും ചെയ്തില്ലേ? ഇതൊന്ന് കേട്ടിട്ടൊന്നും പറയരുത് കേട്ടോ, ഒന്നും പറയരുത് കേട്ടിട്ട്. അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങളുടെ അമ്മമാരുടെ ഡാൻസാണ് നിങ്ങൾ കണ്ടതെങ്കിൽ ഈ തവണ ഞങ്ങളെല്ലാം ഭയങ്കര കമ്പനിയായിട്ട് അവർക്ക് നിൽക്കാനുള്ള സ്പേസ് പോലും ഞങ്ങൾ കൊടുത്തില്ല. ഫുൾ ഞങ്ങളാണ് വണ്ടിയിൽ ഫുള്ള് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തിയത്. അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചെറിയൊരു ട്രിപ്പ്. എറണാകുളത്ത് മൊത്തം ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, എന്നാലും ഞങ്ങൾ ഹാപ്പിയാണ് ഗൈസ്. ബൈ.